ഇപ്പോൾ കോന്നിയിലെ MLA ഉൾപ്പെടെ ഡൽഹി പോയില്ലേ? ഒരു MLA അദ്ദേഹം പട്ടയ വിഷയത്തിന് വേണ്ടിയിട്ട് ഡൽഹി പോയി. എവിടെയായിരുന്നു നമ്മുടെ MP? പെരുമ്പട്ടിയിലെ പട്ടയ വിഷയം 6500 കുടുംബങ്ങൾക്ക് പട്ടയം നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തു നിന്ന് നമ്മുടെ വിവിധ വകുപ്പുകൾ, അതായത് വനം വകുപ്പും റവന്യൂ വകുപ്പുമായിട്ടുള്ള അവരുടെ ജോയിൻറ്റ് പരിശോധനയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 6500 കുടുംബങ്ങളുടെ പട്ടയം അപ്ലോഡ് ചെയ്തു. 2 വർഷമായില്ലേ പട്ടയം കൊടുത്തോ? അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാകണം നിയമങ്ങൾ. അത് കേന്ദ്ര വന്യജീവി നിയമത്തിൽ അടിയന്തരമായിട്ടുള്ള മാറ്റങ്ങൾ വരണം. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മുടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. എന്താണ്? ഈ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവയുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കാതിരിക്കുന്നതിനു വേണ്ടി പ്രജനനം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. നമുക്ക് സ്റ്റേറ്റിന് അതിലൊരു ഇടപെടൽ നടത്താനായിട്ട് കഴിയില്ലല്ലോ. ഇത് സംബന്ധിച്ച് ഒരു വിഷയത്തിലും സ്റ്റേറ്റിന് ഇപ്പോൾ പല വിഷയങ്ങളിലും സംസ്ഥാനത്ത് വളരെ സെൻസിറ്റീവായിരുന്ന പല വിഷയങ്ങളിലും കേരളം എടുത്ത നിലപാടിനെ കേന്ദ്രം അതിശക്തമായി ചില കേന്ദ്രമന്ത്രിമാർ വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായും മനുഷ്യർ സംരക്ഷിക്കപ്പെടണം, മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കപ്പെടണം. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഒരു ഇലക്ഷൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അദ്ദേഹം ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ഉപയോഗിക്കരുത്, ഒരു മരണം ഉപയോഗിക്കരുത്. അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞത് അവിടുത്തെ ആളുകൾ തന്നെ പറഞ്ഞത് ഞാൻ വീഡിയോയിൽ കണ്ടു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ VD സതീശൻ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ ഇതുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ കാണേണ്ടത് അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ കേരള വിരുദ്ധ നേതാവാണോ എന്നുള്ളതാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. അത് നിർഭാഗ്യകരമാണ്. ഈ ഒരു അവസരത്തെ തീർച്ചയായിട്ടും ആ ഒരു കുടുംബം, അതോടൊപ്പം ആ കുടുംബം ബന്ധുക്കളും ആ സ്ഥലത്തുള്ളവരെല്ലാം ഭയചകിതരായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ജോയിൻ്റായിട്ട് കേരളം എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി നിലകൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരണം. ഇപ്പോൾ കോമ്പൻസേഷൻ സംബന്ധിച്ച് കേന്ദ്രം അങ്ങനെ അവരുടെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്തുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം തന്നിട്ടുള്ളത് 12 ലക്ഷമോ 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ മൊത്തത്തിൽ സ്റ്റേറ്റിൽ മുഴുവൻ. പക്ഷേ 2-3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അങ്ങനെ ആ കുടുംബത്തിന് മരണം അടയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും. അത് കേരളത്തിൻ്റെ തീരുമാനമായിരുന്നു. പക്ഷേ കേന്ദ്രത്തിൻ്റെ സപ്പോർട്ട് അതിലില്ല. നമുക്കൊരു രൂപ പോലും അതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ അതിൽ കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ളവ ലഭിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ മുന്നിൽ നമ്മൾ വിഷയങ്ങൾ ഉന്നയിക്കേണ്ടേ? അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യുന്നു. അല്ല, അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പ്രോജക്റ്റുകൾക്ക് പെരിയാർ ടൈഗർ റിസർവ് അതിന്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കേന്ദ്രം തരും. അതിലെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് കോമ്പൻസേഷൻ. അപ്പോൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 15-10 ലക്ഷം രൂപയാണ് കേന്ദ്രത്തിൻ്റെതായിട്ട് അതിൽ തന്നിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ലക്ഷം അവരുടെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ് അതിൽ. കാരണം അവർ ഈ സങ്കേതങ്ങളുടെ സംരക്ഷണത്തിന് നൽകുന്നതാണ്. അതിൻ്റെ ഒരു ഏറ്റവും അവസാനത്തെ കമ്പോണൻ്റായിട്ട് അവർ വെക്കുന്നതാണ് കോമ്പൻസേഷൻ. പക്ഷേ കേരളം അവിടെ 2-3 വർഷം, ഇപ്പോഴല്ല 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളം തീരുമാനിച്ച തുകയാണിത്. അതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടണം. മനുഷ്യന് ജീവിക്കണ്ടേ? പേടിച്ചോടാൻ പറ്റുമോ? കേരളമല്ലാതെ ഇപ്പോൾ പന്നികളുടെ വിഷയം വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? കേരളത്തിന് മാത്രമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇപ്പോൾ പല സംസ്ഥാനം, പിന്നെ കേന്ദ്രം 2023 ഡിസംബറിലൊരു സർക്കുലർ ഇഷ്യൂ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതിൽ അതായത് ഈ ഡിസംബറിൽ ഇഷ്യൂ ചെയ്ത സർക്കുലറിൽ കേന്ദ്രം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. സംസ്ഥാനങ്ങൾ 10 ലക്ഷം കൊടുക്കണം. അവർ തന്നിട്ടല്ല, പക്ഷെ പിന്നെ പറയുന്നുണ്ട്, അതിൽ തന്നെ പറയുന്നുണ്ട് സ്റ്റേറ്റ്സിന് നിശ്ചയിക്കാം, സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ലോക്സഭയിൽ തന്നെ ചില MP ഉന്നയിച്ച, നമ്മുടെ MP ഈ പറഞ്ഞ MP ഒന്നുമല്ല, അല്ലാതെ MP ഉന്നയിച്ച വിഷയത്തിൽ അവർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എത്ര പേർക്ക് ഇതിൽ പണം കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങളുടെ പരിധിയിൽ വരുന്ന വിഷയം അല്ലാത്തതുകൊണ്ട് അതിന് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ അത് വളരെ ക്ലിയറായി നമ്മുടെ മുന്നിൽ രേഖകളാണ് സംസാരിക്കുന്നത്. അല്ല, കാരണം നിയമം കേന്ദ്ര നിയമമാണല്ലോ, കേന്ദ്രത്തിൻ്റെ നിയമമാണ്, കേന്ദ്ര വനം വന്യജീവി നിയമമാണ്, സ്റ്റേറ്റ്സിൻ്റെ അല്ല, നമ്മുടെ കേന്ദ്ര നിയമമാണ്. അപ്പോൾ കേന്ദ്ര നിയമത്തിൽ
വന്യജീവികളിൽ നിന്ന് ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ചോദ്യമാണ്. തീർച്ചയായിട്ടും അതെ. അത് ഞാനിന്നലെ വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ ഏപ്രിൽ 1 സാമ്പത്തിക വർഷം തുടക്കമൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ഗഡു ഉടനെ രണ്ടാമത്തേതും കൊടുക്കും. അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ട തുകയാണ് 10 ലക്ഷം രൂപ. പക്ഷെ വളരെ വളരെ സങ്കടകരമാണ്. കാരണം ഞാൻ ചെല്ലുമ്പോൾ അവരുടെ വീടിൻ്റെ മുറ്റത്തൊരു പശുവുണ്ട്. ആ ഭാഗത്ത് മറ്റ് പുലിയുമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആളുകൾ രാത്രി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, ഈ ആന അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇതിൽ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അത് നമ്മുടെ മറ്റ് സാമ്പത്തിക വിഷയങ്ങളിൽ എന്നതുപോലെ തന്നെ അതിൽ നിന്ന് വിട്ടു നിന്നില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും നമുക്കൊരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ട്. കേരളം ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണം എന്നുള്ളതാണ്. അതിലൊരു കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ അങ്ങനെയാണ് കാണേണ്ടതായിട്ടുള്ളത്.